Hey guys, good morning. Hope you are doing ongoing well. Last class we discussed what did liberal nationalism stand for. Okay, and today we discuss a new conservatism after 1815. 1815 ശേഷം വന്നിട്ടുള്ള ന്യൂ കൺസർവേറ്റിസത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Believed that established institutions of state and society should be preserved with the change initiated by Napoleon. അതിൽ ബ്രാക്കറ്റിൽ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഒരു നേഷൻ്റെയും സൊസൈറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയും ഒക്കെ അവിടെ കറൻറ്റായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു സൊസൈറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയൊക്കെ കറൻറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് കൺസർവേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാറ്റിൽ ഓഫ് വാട്ടർലൂവിന് ശേഷം ആഫ്റ്റർ ബാറ്റിൽ ഓഫ് വാട്ടർലൂ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചില ചേഞ്ചസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനും അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന്യൂ ചേഞ്ചസ്, ന്യൂ കൺസർവേറ്റീവ്സും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവിടെ കറൻ്റ് ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും സ്റ്റേറ്റ്സിൻ്റെയും സൊസൈറ്റിയുടെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാറ്റിൽ ഓഫ് വാട്ടർലൂവിന് ശേഷം നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചില ചേഞ്ചസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രീറ്റി ഓഫ് വിയന്ന 1815 കോൺഗ്രസ് ഓഫ് വിയന്ന അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വിയന്ന എന്ന് പറയുന്ന ഒരു സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബർബൺ ഡൈനസ്റ്റി വാസ് റിസ്റ്റോർഡ് ടു പവർ ഇൻ ഫ്രാൻസിൽ ബർബൺ ഡൈനസ്റ്റി വീണ്ടും എന്ത് വന്നു, അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്, അവരുടെ പവർ വീണ്ടും ഫ്രാൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ക്രിയേറ്റഡ് ഓൺ ദി ഫ്രഞ്ച് ബൗണ്ടറി ഫോർ പ്രിവെൻറ്റിംഗ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ വീണ്ടും എക്സ്പാൻഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ ബൗണ്ടറീസിനുള്ളിൽ ഒരുപാട് നല്ല ഹൈ പവറായിട്ടുള്ള നേഷൻസൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്യൂച്ചറിൽ ഫ്രാൻസിൽ വീണ്ടും നമ്മൾ എക്സ്പാൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൻ്റെ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ നല്ല പവറായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ള നേഷൻസ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ജർമ്മൻ കോൺഫെഡറേഷൻ വാസ് ലെഫ്റ്റ് അൺടച്ച്ഡ്. ജർമ്മൻ കോൺഫെഡറേഷൻ അതിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ കണ്ടിന്യൂ തുടർന്ന് പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ഇൻറ്റൻഷൻ വാസ് ടു റിസ്റ്റോർ ദി മൊണാർക്കീസ് ദാറ്റ് ഹാഡ് ബീൻ ഓവർത്രോൺ ബൈ നെപ്പോളിയൻ ഇവിടെ അധികാരത്തിൽ നിന്ന് നെപ്പോളിയൻ്റെ പവർ ഇവിടുന്ന് മാറ്റണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നെപ്പോളിയൻ്റെ പവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്ന നേഷൻസിനെയും അവരുടെ അതായത് മൊണാർക്കീസിനെയും അതുപോലെ റിസ്റ്റോർ ചെയ്യുന്ന വേണ്ട മൊണാർക്കീസിനെയും എല്ലാം ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നെപ്പോളിയൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പവർ കൊണ്ടുവന്നിട്ടുണ്ട്, വീണ്ടും പവർ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെപ്പോളിയൻ ആ ഒരു പവർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിരുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്തിരുന്ന രാജ്യങ്ങളെ, നമ്മൾ കൺട്രീസിനെ അല്ലെങ്കിൽ നേഷൻസിനെയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസിനെയും വീണ്ടും എന്ത് ചെയ്യണം, റിസ്റ്റോർ ചെയ്യണം എന്നുള്ളതായിരുന്നു കൺസർവേറ്റീവ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞത്. ഓക്കെ, നെപ്പോളിയൻ്റെ പവറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന നേഷൻസിനെയും അവിടുത്തെ റൂൾ സിസ്റ്റത്തിനെയും എല്ലാം വീണ്ടും റിസ്റ്റോർ ചെയ്യണം എന്നുള്ളത് ആയിരുന്നു കൺസർവേറ്റീവ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. Okay, then next we discuss the revolutionaries. Commitment to oppose monarchical forms that had been established after the Vienna Congress and to fight for liberty. റെവല്യൂഷണറീസ് ആരാന്നാണ് നോക്കുന്നത് കേട്ടോ. കോൺഗ്രസ് ഓഫ് വിയന്നയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന അവിടുത്തെ മൊണാർക്കിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ അവിടുത്തെ പവർ സിസ്റ്റംസിനെയൊക്കെ അവർ എതിർക്കാനും ഫ്രീ ആയിട്ട് ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് റെവല്യൂഷണറീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ബോധേഡായിരുന്നു. ഓക്കെ, കോൺഗ്രസ് ഓഫ് വിയന്നയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ന്യൂ ആയിട്ടുള്ള നേഷൻ്റെ റൂൾ സിസ്റ്റം അല്ലെങ്കിൽ പവർ സിസ്റ്റംസിനെയൊക്കെ അതിനെയൊക്കെ എതിർക്കാൻ, അതിനെ ഒഴിവാക്കി വിടാനും അവർക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനും റെവല്യൂഷണറീസ് കൂടുതൽ ബോധേഡായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ജിസപ്പെ മസീനിയെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഹി ബോൺ ഇൻ ജനോവ ഇൻ 1807 ജനോവയിലാണ് ജിസപ്പെ മസീനി ജനിച്ചിട്ടുണ്ടായിരുന്നത്. എ മെമ്പർ ഓഫ് സീക്രട്ട് സൊസൈറ്റി ഓഫ് കാർബണേറിയുടെ ഒരു സീക്രട്ട് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, സീക്രട്ട് സൊസൈറ്റിയുള്ള കാർബണേറിയയിലെ ഒരു മെമ്പറായിരുന്നു നമ്മുടെ ജിസപ്പെ മസീനി എന്ന് പറയുന്നത്. ഫൗണ്ടഡ് യങ് ഇറ്റലി ഇൻ മാർസലീസ് യങ് യൂറോപ്യൻ ബേൺ
മാർസലീസിൽ യങ് ഇറ്റലി എന്നുള്ള ആ ഒരു സൊസൈറ്റിയും അതുപോലെ ബേണിൽ യങ് യൂറോപ്പ് എന്നുള്ള സൊസൈറ്റിയും ഇദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബിലീവ്ഡ് ഇൻ ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ഇൻ ടു എ റിപ്പബ്ലിക്. ഇറ്റലിയെ യൂണിഫിക്കേഷൻ ചെയ്തിട്ട്, അതായത് വൈഡ് ആക്കിയിട്ട് ഒരു റിപ്പബ്ലിക് ആക്കിയിട്ട് ചേഞ്ച് ആക്കണം എന്നുള്ളത് ജുസെപ്പെ മസീനി ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് 1813 to 1848. 1813 മുതൽ 1848 വരെയുള്ള റെവല്യൂഷണറീസിൻ്റെ ആ ഒരു ഏജ്, അവരുടെ ടൈം പീരീഡിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇൻ ജൂലൈ 1813 ബർമൺ കിങ്സ് ഓഫ് ഫ്രാൻസ് വർ ഓവർത്രോൺ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ 1813 ജൂലൈയിൽ ഫ്രാൻസിലെ ബർമൺ ഡൈനസ്റ്റി എന്ന് പറയുന്ന ബർമൺ ഡൈനസ്റ്റിയിലെ അവിടെ എന്തുണ്ടായിരുന്നു, അവർ പവറിൽ നിന്ന് ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1830 ജൂലൈയിൽ ഫ്രാൻസിലെ ബർമൺ ഡൈനസ്റ്റിയെ അവിടുത്തെ നേഷൻ്റെ പവർ സിസ്റ്റങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അതിലൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി മേക്ക് ചെയ്യുകയും ചെയ്തു. ബെൽജിയം ബ്രോക്ക് അവേ ഫ്രം ദ യുണൈറ്റഡ് കിങ്സ് ഓഫ് നെതർലാൻഡ്സ്. ബെൽജിയം യുണൈറ്റഡ് കിങ് ഓഫ് നെതർലാൻഡ്സിൽ നിന്ന് വേർപെട്ടിട്ട് അവിടുന്ന് മാറിയിട്ട് അവർ ഒറ്റക്കായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് നേഷനായിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീസ് വിച്ച് ഹാഡ് ബീൻ എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ സിൻസ് ദി 15th century സ്ട്രഗിൾഡ് ഫോർ ഇൻഡിപെൻഡൻസ്. 15th century തൊട്ടിട്ട് ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഗ്രീസ് അവർക്ക് ഫ്രീഡം വേണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് 1832 റെക്കഗ്നൈസ്ഡ് ഗ്രീസ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ. 1832 ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഗ്രീസിനെ ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ്. റൊമാൻറ്റിക് ഇമാജിനേഷൻ നാഷണൽ ഫീലിങ്ങും എങ്ങനെയാണ് ഒരു നാഷണൽ ലെവലിനെ നോക്കാം കേട്ടോ. A cultural movement which sought to develop a particular form of nationalist sentiment, criticized the glorification of reason and science, focused instead on intuition and mystical feelings. അതായത് ഈ കൾച്ചറൽ മൂവ്മെൻറ്റ് നമുക്ക് ഒരു നാഷൻ്റെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഫീലിങ്സിനെയൊക്കെ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഒക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു സൊസൈറ്റി അവരെന്താണ്, അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സയൻറ്റിഫിക്കലി ഉള്ള അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, അവരവരുടെ ബുദ്ധി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് സയൻസ് ആൻഡ് റീസൺ ഫോക്കസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡ്യൂഷൻ മിസ്റ്റിക്കൽ ഫീലിങ്സ്, അവരുടെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് റീസൺസ്, അവരുടെ മതപരമായിട്ടുള്ള, അതായത് ഒരുപാട് മറ്റുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് മഹത്വമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് അതിനെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകരമായിട്ടാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ഫീലിങ്സിനെയും അവരുടെ ഇൻഡ്യൂഷനെയും എല്ലാം, അതുപോലെ ഇൻഡ്യൂഷൻ വേറെന്താണ് ഇവിടെ പറയുന്നത്, മിസ്റ്റിക്കൽ ഫീലിങ്സിനെയും ഇൻഡ്യൂഷനെയും, അത് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡ്യൂഷനെയും ഒക്കെയാണ് സയൻസ് എന്ത് ചെയ്തത് വീണ്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഫോക്കസ് ചെയ്യാനാണ് സയൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ജോൺ ഗോട്ട്ഫ്രൈഡ് ഹെർഡർ, German philosopher John Gottfried Herder tried to discover the culture among common people through folk song, folk poetry and dances. നമ്മുടെ ജോൺ ഗോട്ട്ഫ്രൈഡ് ഹെർഡർ എന്ന് പറയുന്നത് ജർമ്മനിലുള്ള ഒരു ഡിസ്കവർ ഉണ്ട്, ജർമ്മൻ ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഹ്യൂമൻ ബീയിങ്സിന് റിയലായിട്ട് വേണ്ട അല്ലെങ്കിൽ ശരിക്കും വേണ്ട ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദേ കൾച്ചർ എമംഗ് കോമൺ പീപ്പിൾ ത്രൂ ഫോക്ക് സോങ്, ഫോക്ക് പോയട്രി ആൻഡ് ഡാൻസസ്. ഫോക്ക് സോങ്സ്, ഫോക്ക് പോയട്രീസ്, ഫോക്ക് ഡാൻസ് എന്നീ കാര്യങ്ങളിലൂടെ ഒരു നേഷനെ അല്ലെങ്കിൽ ഒരു കൺട്രിയെ അവരുടെ കൾച്ചറിലൂടെയും അവരുടെ സൊസൈറ്റിയിലൂടെയും ഒക്കെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതായത് സോങ്സും നമ്മുടെ പോയട്രീസും ഡാൻസസും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു നേഷൻ കൂടുതലായിട്ട് ഡെവലപ്ഡ് ആകുന്നത് എന്നുള്ളത് ജോൺ ഗോട്ട്ഫ്രൈഡ് ഹെർഡർ ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹങ്കർ, ഹാർഡ്ഷിപ്പ് ആൻഡ്
പോപ്പുലർ റിവോൾട്ട്. ഹങ്കർ എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ്, ഹാർഡ്ഷിപ്പ് എന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് എന്ന് പറയും. പോപ്പുലർ റിവോൾട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഹ്യൂമൻ ബീങ്സിലെ സ്ട്രൈക്ക് എന്ന് പറയാം കേട്ടോ. ഇൻ മോസ്റ്റ് കൺട്രീസ് ദർ വർ മോസ്റ്റ് സീക്കേഴ്സ് ഓഫ് ജോബ് ദാൻ എംപ്ലോയ്മെൻറ്റ്. പല നേഷൻസുകളിലും അല്ലെങ്കിൽ പല കൺട്രീസുകളിലും ജോബ്, അതായത് എംപ്ലോയ്മെൻറ്റിനേക്കാൾ കൂടുതൽ ജോബ് സീക്കേഴ്സാണ്, ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പോപ്പുലേഷൻ ഫ്രം റൂറൽ ഏരിയാസ് മൈഗ്രേറ്റഡ് ടു സിറ്റീസ് ടു ലിവ് ഇൻ ക്രൗഡഡ് സ്ലംസ്. അതായത് സിറ്റീസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ നിന്നൊക്കെ ആളുകൾ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറി. ഓക്കെ, ദെൻ in rise of food prices or a year of bad harvest to lead widespread pauperism in town and country. നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ പ്രൈസ് ഇൻക്രീസ് ആക്കിയതും അതുപോലെ ബാഡായിട്ടുള്ള ഹാർവസ്റ്റിംഗ്, അതായത് മോശമായിട്ടുള്ള വിളവെടുപ്പ് ഉണ്ടായപ്പോഴൊക്കെ സിറ്റീസിലും ടൗൺസിലുമൊക്കെ പോവർട്ടി കൂടുതലായിട്ട് ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇൻ 1840 the population of Paris came out on the roads and Louis Philippe was forced to flee and National Assembly proclaimed a republic. 1848 പാരീസ് സിറ്റീസിലെ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ പുറത്തോട്ട് അല്ലെങ്കിൽ തെരുവിലോട്ട്, റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യാനും സ്ട്രൈക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് തുടങ്ങി. എന്താണ് അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്ന കിങ് അവിടുന്ന് രാജ്യം വിട്ടിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കൺട്രിയിൽ ആളുകൾക്ക് ജോലിയില്ല, എംപ്ലോയീസിനേക്കാൾ കൂടുതൽ ജോബ് സീക്കേഴ്സിൻ്റെ അക്കൗണ്ടാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ എല്ലാവരും മൈഗ്രേറ്റഡ് ആവാനും തുടങ്ങിയിട്ടുണ്ട്. ഫുഡില്ല, ബാഡായിട്ടുള്ള ഹാർവസ്റ്റിംഗ് ഒക്കെ കാരണം ലൂയിസ് ഫിലിപ്പ് എന്ത് ചെയ്തു? അവിടുത്തെ കൺട്രി വിട്ടിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റായിട്ടാണ് നാഷണൽ അസംബ്ലി എന്നുള്ള റിപ്പബ്ലിക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1845 സൈലേഷ്യ ലേറ്റ് റിവോൾട്ട് അഗെയിൻസ്റ്റ് കോൺട്രാക്ടേഴ്സ്. 1845 സൈലേഷ്യയിൽ വേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ തുന്നുന്ന ആളുകളല്ലേ, അവർക്കെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ട്രൈക്ക് അല്ലെങ്കിൽ റിവോൾട്ട് ഈ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ്